ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ക്രീമിനെ പറ്റിയാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ടെട്രിനോയിൻ. ടെട്രിനോയിൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്സിൽ അവൈലബിൾ ആണ്. ഇത് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടെ വാങ്ങുന്ന ഒരു ക്രീമാണ്. ഇത് അല്ലാതെയും നമുക്ക് മെഡിക്കൽ ഷോപ്സിൽ കിട്ടും. ഇത് മെയിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പോസ്റ്റ് ആക്നി മാർക്സ്, അതായത് ആക്നി കാരണമുണ്ടാകുന്ന മുഖത്തുള്ള പാടുകളും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ടെട്രിനോയിൻ എന്ന് പറയുന്നത്. ടെട്രിനോയിൻ ഒരുപാട് സയൻറ്റിഫിക് റിസർച്ച് നടന്നതും ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു ക്രീമാണ് ടെട്രിനോയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് നിങ്ങൾക്ക് കോസ്മെറ്റിക്സിലും കാണാൻ കഴിയും. അത് റെറ്റിനോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെറ്റിനോൾ ഒട്ടുമിക്ക ആൻറ്റി ഏജിങ് ക്രീംസ്, ജെൽസ്, സെറംസിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് തന്നെയാണ്. റെറ്റിനോൾ വളരെ മൈൽഡാണ്, അതേസമയം അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് സ്ലോ ആണ്. അത് കാരണം അതിൻ്റെ റിസൾട്ട് വരുന്നതും വളരെ ടൈം എടുത്താണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ബട്ട് ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. ആൻഡ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോളിന് പ്രൈസ് വളരെ കൂടുതലാണ്. കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ 500-1000 രൂപ അങ്ങനെ അതിന് മുകളിലേക്കൊക്കെ പോകും. പക്ഷെ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്ന സിമിലർ പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് എ വൈറ്റമിൻ എ, സിന്തറ്റിക് വൈറ്റമിൻ എ ഡെറിവേറ്റീവ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ടെട്രിനോയിൻ ക്രീം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ്ങസ്റ്റ് ഫോമാണ് റെറ്റിനോളാണ്. ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം വിത്തിൻ 6 മന്ത്സിൽ നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ഡെയിലി യൂസ് ചെയ്യണം. സോ സിന്തറ്റിക് വൈറ്റമിൻ എ ആയ ടെട്രിനോയിൻ എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ സ്കിൻ സെൽ ടേൺ ഓവർ കൂട്ടിയിട്ട് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ റീബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു. കൊളാജൻ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഫേംനെസ് നൽകുന്ന ഒരു പ്രോട്ടീനാണ്. ഇത് ഗ്രാജ്വലി നമ്മൾ UV എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഡിപ്ലീറ്റ് ആവുകയും ഗ്രാജ്വലി നമ്മളുടെ സ്കിന്ന് മോർ ഏജ്ഡ് ആയിട്ട് അപ്പിയർ ആവാൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ മറ്റൊരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പക്ഷേ സൺസ്ക്രീൻ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സൺസ്ക്രീൻ നമ്മളുടെ സ്കിന്ന് UV റേഡിയേഷൻ നിന്നുണ്ടാവുന്ന കൊളാജൻ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ആ കൊളാജൻ റീബിൽഡ് ചെയ്ത് ഒരുപാട് കാലം നമ്മുടെ സ്കിന്ന് ഫൈൻ ലൈൻസും റിങ്കിൾസും ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രീം നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിനെ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ പെട്ടെന്നൊരു ദിവസം നിങ്ങളിത് ക്രീം യൂസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇറ്റ് വിൽ ടേക്സ് മന്ത്സ്, പ്രോബ്ലി മോർ ദാൻ എ ഇയർ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് പേഷ്യൻസ്. നമ്മൾ എപ്പോഴും പേഷ്യൻസ് ആയിട്ട് ഡെയിലി ക്രീം നിങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സ്കിന്നിനോട് ഇത് അഡാപ്റ്റ് ആവുമോ, ലൈക്ക് സ്കിൻ ഇറിറ്റേഷൻ, സ്കിൻ റെഡ്നെസ്, സ്കിൻ റാഷ്നെസ്, ഡ്രൈനെസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലോവസ്റ്റ് ഡോസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്ന ഡോസ് എന്ന് പറയുന്നത് 0.025, വിച്ച് ഈസ് എ ലോവസ്റ്റ് ഡോസ്. ഇത് യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി വൺസ് സ്റ്റാർട്ട് ചെയ്യുക. വീക്ക്ലി വൺസ് യൂസ് ചെയ്തിട്ട് സ്കിൻ ഓക്കെ ആണെങ്കിൽ അത് വീക്ക്ലി ട്വൈസിലോട്ട് മാറ്റുക. അതിനുശേഷം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് ഒന്നരാടമായിട്ട് നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഡെയിലി യൂസേജിലോട്ട് മാറ്റുക. അപ്പോൾ നിങ്ങൾ വൺസ് ഈ ഒരു സ്കിന്നിനോട് ഇത് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിലാണ്, ഡേ ടൈമിലല്ല. ഇത് ആക്ച്വലി ഇത് വളരെ റിയാക്റ്റീവാണ് ഈ സാധനം. ലൈക്ക് ടെട്രിനോയിൻ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് ലൈറ്റ്സിനോട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ നടന്ന് അത് എഫക്റ്റീവ് അല്ലാതെയായി മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ടൈമിൽ തന്നെ യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും ഇറിറ്റേഷൻ ഇല്ലാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യുന്നു. മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്.
അപ്പോൾ ടെട്രിനോയിൻ അലോങ് വിത്ത് മോയ്സ്ചറൈസർ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുക. പിന്നെ ടെട്രിനോയിൻ യൂസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ അല്ലെങ്കിലും നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. SPF 30+ വരുന്ന സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അതിൽ UVA UVB ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി നമ്മളുടെ അൾട്രാവയലറ്റ് റേസ്, നമ്മുടെ സ്കിൻ ഓൾറെഡി ടെട്രിനോയിൻ യൂസ് ചെയ്യുന്നത് വഴി സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അൾട്രാവയലറ്റ് റേസ് കൊണ്ട് ഉണ്ടാവുന്ന സ്കിൻ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ടെട്രിനോയിൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കോളും. പിന്നെ മറ്റൊരു ഈ ടെട്രിനോയിൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റായ റെറ്റിനോൾ നമുക്ക് കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. സെറംസ് പല കോൺസെൻട്രേഷൻസിൽ അവൈലബിൾ ആണ്. സോ അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. അത് ഇതിൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടണം എന്നില്ല. ബട്ട് ഇറ്റ് മേ ടേക്ക് ടൈം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എഫക്റ്റീവ്. പക്ഷെ അത് കോസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെട്രിനോയിനാണ് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അത് 170-180 റുപ്പീസിന് നമുക്ക് മെഡിക്കൽ ഷോപ്സിൽ അവൈലബിൾ ആണ്. കോസ്മെറ്റിക് ബ്രാൻഡ് ചൂസ് ചെയ്യുന്നവർക്ക് 1000 റുപ്പീസ് മേലെ എമൗണ്ട് കൊടുത്ത് നല്ലൊരു റെറ്റിനോൾ ക്രീം അല്ലെങ്കിൽ സെറം യൂസ് ചെയ്ത് റൂട്ടീനിൽ ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഗൈസ്.